ദീർഘായുസ് ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? ദീർഘായുസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ പലതും ചെയ്യുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അഥരിഹി. ഒരാൾക്ക് ധാരാളം റിസ്ക് വിശാലമാകണമെന്നും ദീർഘായുസ് ലഭിക്കണമെന്നും ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫല്ലസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന സദഖത വസിലത്തുർ റഹിമി, സദഖ എന്നുള്ളത് അതുപോലെ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതും യസീദുല്ലാഹു ബിഹിമാ ഫിൽ ഉംരി, ദീർഘായുസ് ലഭിക്കാൻ കാരണമാണ്. വയർഫഉ ബിഹിമാ മീതത്തസ്സൂയി, ദാരുണമാകുന്ന ദുരന്തമാകുന്ന മരണങ്ങളിൽ നിന്ന് കാവല് ലഭിക്കാനും അത് കാരണമാണ്. വയദ്ഫഉ ബിഹിമാ അൽ മക്റൂഹ ബൽ മഹ്ദൂറ, ഏത് വെറുക്കപ്പെടുന്ന ദുരന്തങ്ങളോ പ്രയാസങ്ങളോ എല്ലാം കാവൽ നൽകാനും കാക്കാനും അത് കാരണമാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് ഒരിക്കൽ അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു, ബിഖബ്ദി റൂഹി റജുലുൻ ബഅദ 6 അയ്യാമിൻ, 6 ദിവസങ്ങൾക്ക് ശേഷം ഇയാളുടെ ആത്മാവിനെ പിടിക്കാനുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞപ്പോഴും ദീർഘവർഷങ്ങളായിട്ടും അദ്ദേഹം മരണപ്പെടാത്തത് കണ്ടപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാം അസ്രായിൽ അലൈഹിസ്സലാമിനോട് വിഷയം അന്വേഷിച്ചു. അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നഹു ലമ്മാ ഖറജ മിൻ അംദിക വസല റഹിമൻ ഖദ് കാന ഖതഅഹ, അദ്ദേഹം നിങ്ങളുടെ സമീപത്തിൽ നിന്ന് പോയ സമയത്ത് അദ്ദേഹവുമായി ബന്ധം വിച്ഛേദിച്ചിരുന്ന ഒരു കുടുംബവുമായി അദ്ദേഹം ബന്ധം പുലർത്തിയപ്പോൾ ഫമദ്ദല്ലാഹു ഫീ ഉംരിഹി 20 സനതൻ ഉഖറ, അല്ലാഹു തആല അദ്ദേഹത്തിന് 20 വർഷം പിന്നെയും ദീർഘായുസ് അല്ലാഹു തആല നീട്ടിക്കൊടുത്തു. അതാണ് അതിന്റെ കാരണം.